ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പുതിയ മലയാള വർഷത്തിലേക്ക്, പുതിയ മലയാള നൂറ്റാണ്ടിലേക്ക് സ്വാഗതം. പുതിയ കാര്യങ്ങൾക്ക് തുടക്കമിടുവാൻ പറ്റിയ കാലം ആരംഭിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിശ്ചയദാർഢ്യത്തോടുകൂടി, ഒരു ലക്ഷ്യബോധത്തോടുകൂടി കഴിഞ്ഞ കാലങ്ങൾ പ്രാധാന്യം കൊടുക്കാണ്ട് ഭാവി സുനിശ്ചിതമാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴുള്ള കാലം, അതായത് ഇപ്പോൾ പ്രസൻറ്റ് ഈ കാലം വേണ്ട രീതിയിൽ ഓർഗനൈസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. അപ്പോൾ വർത്തമാന കാലത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളരെ ഓർഗനൈസ്ഡായിട്ട് മൂവ് ചെയ്യുക. എന്തിനാണ്? അർത്ഥസമ്പുഷ്ടമായിട്ടുള്ള ഒരു ഭാവി കാലം നമുക്ക് സൃഷ്ടിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ വർത്തമാനകാലം, പ്രസൻറ്റ് ടൈംസ് വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക, ഉപയോഗിക്കുക. അപ്പോൾ ഈ ഉപയോഗിക്കുമ്പോൾ പ്ലാൻഡ് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷൻ അത്യാവശ്യമാണ്. വളരെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു കാലമാണ്. അവിടെ ജ്യോതിഷത്തിനും പരിഹാരക്രിയകൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. പലപ്പോഴും ചോദിക്കാറുണ്ട് ആൾക്കാർ, പ്രാർത്ഥിച്ചിട്ട് ഫലമൊന്നും ഇല്ലല്ലോ, അപ്പോൾ എന്താ കാര്യം? അങ്ങനെയല്ല. ദർ ഇസ് ഇൻഡിവിജ്വൽ വേരിയേഷൻ. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫലപ്രാപ്തി, ഫലസിദ്ധി ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ ചിലർക്ക് വളരെ കാലമെടുക്കും, ചിലർക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. നമ്മൾ മെഡിക്കൽ എൻട്രൻസിനോ അല്ലെങ്കിൽ സിവിൽ സർവീസ് കോച്ചിങ് സെൻറ്ററിലോ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ മെഡിക്കൽ എൻട്രൻസ് നമുക്കറിയാം, ഇപ്പോൾ ലോക്കലായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി നോക്കിയാൽ ഏറ്റവും നല്ല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്ന ഒരു കുട്ടിക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 100 പേരിൽ ഒരാൾക്ക് പോലും ഫസ്റ്റ് 1000-നകത്തോ 2000-നകത്തോ വരുന്നില്ല. അപ്പോൾ അങ്ങോട്ട് അയച്ചിട്ട് കാര്യമുണ്ടോ? 100, 200, 500 കുട്ടികളിൽ ഒരു കുട്ടി പോലും ഫസ്റ്റ് 1000 അല്ലെങ്കിൽ 2000-നകത്ത് വരുന്നില്ല എന്നുള്ളതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല കേട്ടോ, കോച്ചിങ് സെൻറ്ററിൽ പോകേണ്ട കാര്യമില്ല എന്ന് പറയുന്നതിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്ര 1% പോലും ഇല്ല. അപ്പോൾ അവിടെ പോകുന്നതിൽ അർത്ഥമില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. അപ്പോൾ അതുപോലെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ല, അപ്പോൾ താങ്കൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നും തന്നെയില്ല. പ്രാർത്ഥിക്കുന്നവർക്ക് അതിൻ്റെ ഫലപ്രാപ്തി ഉണ്ടാകുവാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് സമർപ്പണ മനോഭാവത്തോടുകൂടി പരിഹാര നിർദ്ദേശങ്ങൾ പാലിക്കുക. എന്തായാലും അതുകൊണ്ട് നഷ്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. മനസ്സമാധാനവും സന്തോഷവും എന്തായാലും ലഭിക്കുകയും ചെയ്യും എന്നുള്ളതിൽ സംശയം വേണ്ട. പിന്നെ വെറുതെ എന്തിനാ പണം കളയണം? പണം കളയേണ്ട കാര്യമില്ല. ക്ഷേത്ര ദർശനവും നാമജപാദികളും മാത്രം മതി. പണമുള്ളവർക്ക് അല്പം ചില വഴിപാടുകളൊക്കെ ക്ഷേത്രത്തിൽ ചെയ്യാം, അത്രയേ ഉള്ളൂ. ഇവിടെ പണച്ചെലവുള്ള ഒരു പരിഹാരവും പറയുന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. അപ്പോൾ പുതിയ നൂറ്റാണ്ടിലേക്ക്, പുതിയ മലയാള വർഷത്തിലേക്ക് സ്വാഗതം. വേണ്ട രീതിയിൽ മനസ്സ് പാകപ്പെടുത്തിയെടുത്ത് വേണ്ട പ്രിപ്പറേഷൻസൊക്കെ നടത്തിക്കൊണ്ട് പുതിയ നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുക. ജീവിതം ഒരു ലക്ഷ്യബോധത്തോടുകൂടി, അർപ്പണ മനോഭാവത്തോടുകൂടി മുന്നോട്ട് പോകുന്നതുകൊണ്ട് ജീവിതം തീർച്ചയായിട്ടും അർത്ഥപൂർണമാകും എന്നുള്ളതിൽ സംശയം വേണ്ട. ഒരു ലക്ഷ്യമുണ്ടാകണം, ലക്ഷ്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. അത് ശരിയാവില്ല എന്നുള്ള ഒരു ധാരണയോടുകൂടിയല്ല, അത് ശരിയാകും എന്നുള്ള ഒരു ഓപ്റ്റിമിസം, ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുക. അതിനായിട്ട് ഒരു എക്സ്റ്റേണൽ ഒരു ടൂളാണ് നമ്മുടെ ദേവതാസ്ഥാനങ്ങൾ എന്നുള്ള കാര്യം അറിയാം. ഒരു ആംപ്ലിഫയിങ് മെക്കാനിസമായിട്ട് ദേവതാസ്ഥാനങ്ങൾ, അതായത് ക്ഷേത്രാദി കാര്യങ്ങൾ വർക്ക് ചെയ്യും എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. മനുഷ്യന് ഇപ്പോഴും സയൻസ് ഇത്രത്തോളം പുരോഗമിക്കുമ്പോഴും പുതിയ കാര്യങ്ങൾ അവർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ദേ ആർ ഡിസ്കവറിങ് ദ റിയാലിറ്റീസ് ഓഫ് ലൈഫ്. എന്താണ് ക്വാണ്ടം ഫിസിക്സ്, എന്താണ് മൈക്രോ ലെവലിൽ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ചിന്താധാരകൾ എന്താണ്, നമ്മുടെ ചിന്ത എന്താണ്, തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഇലക്ട്രോ മാഗ്നറ്റിക് കെമിക്കൽ ആക്ടിവിറ്റി. നമ്മളെപ്പോഴും പറയണ്ടോ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ സൈക്കോളജിക്കൽ, എന്തായി സൈക്കോളജിക്കൽ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് അഗെയിൻ ഇലക്ട്രോ മാഗ്നറ്റിക് കെമിക്കൽ ആക്ടിവിറ്റി. രക്ഷാധാരണം കൊണ്ട്, യന്ത്രം കൊണ്ട്, എലസ് കൊണ്ട് എന്താ പ്രയോജനം? ഒരുപക്ഷെ അത് കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിച്ചേക്കാം എന്ന് ചിലർ പറയാറുണ്ട്. കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് എന്താണ്? അഗെയിൻ ഇറ്റ് ഇസ് എ ബ്രെയിൻ ആക്ടിവിറ്റി, ഇലക്ട്രോ മാഗ്നറ്റിക് കെമിക്കൽ ആക്ടിവിറ്റി. ഒരു രക്ഷാധാരണം കൊണ്ട് നമ്മുടെ ഈ ബ്രെയിനിൽ ഇത്രത്തോളം ചേഞ്ചസ് വരാമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ധരിക്കൂ, തീർച്ചയായിട്ടും ധരിക്കണം. ആത്മവിശ്വാസം വർദ്ധിക്കുമെങ്കിൽ ആത്മവിശ്വാസം കൊണ്ട് പല നേട്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടാവും. ആത്മവിശ്വാസം എഗെയിൻ ഇസ് എ ബയോളജിക്കൽ ആക്ടിവിറ്റി, അത് ഓർത്തിരിക്കുക. ഇലക്ട്രോ മാഗ്നറ്റിക് കെമിക്കൽ അല്ലാണ്ട് മനസ്സ് ശരീരത്തിൽ നിന്ന് വിട്ടൊരു കാര്യമോ, മനസ്സൊരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളൊരു എക്സിസ്റ്റൻസോ എൻറ്റിറ്റിയോ അല്ല എന്നുള്ള കാര്യം അറിയാം. ബയോളജിക്കൽ ആക്ടിവിറ്റിയുടെ ഭാഗമാണ് മനസ്സ് എന്ന് പറയുന്നത്. അതിലൊരു മാറ്റം വരുത്താൻ ഒരു യന്ത്രത്തിനോ ഏലസിനോ പ്രാർത്ഥനയ്ക്കോ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും വി ക്യാൻ റിസോർട്ട് ടു ഇറ്റ്.
അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഉയർച്ചയേ വരുള്ളൂ. അവിടെ ആ കാര്യത്തിൽ വിശ്വാസമില്ലാത്തവർ വിശ്വസിക്കേണ്ട, അത്രേ ഉള്ളൂ, വെരി സിമ്പിൾ. പക്ഷേ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നവർക്ക് ആ കാര്യങ്ങളിൽ പ്രയോജനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നാമജപാദികൾ കൊണ്ട് അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പുതിയ നൂറ്റാണ്ട്, പുതിയ മലയാള വർഷം എല്ലാ മാന്യപ്രേക്ഷകർക്കും സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ വർഷമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് രാശിഫലത്തിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. യാത്രകൾ കാണുന്നു, സന്തോഷകരമായിട്ടുള്ള യാത്രകൾ കാണുന്നു. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള യോഗമുണ്ട്. പുതിയ ഡ്രസ്സ് വാങ്ങുവാനും ഓർണമെൻറ്റ്സ് വാങ്ങുവാനുമുള്ള ഭാഗ്യവുമൊക്കെ ഈ വാരം കാണുന്നു. വാഹനം എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. പുതിയ ഇൻവെസ്റ്റ്മെൻറ്റിനെക്കുറിച്ച് ചിന്തിക്കാം. പുതിയ ജോലി തരപ്പെടുവാനുള്ള ഭാഗ്യം, പൊതുവെ വീട് മാറുവാനോ പുതിയൊരു വാസസ്ഥലം കണ്ടുപിടിക്കുവാനോ അത് വാങ്ങുവാനോ കുറച്ചുകൂടെ ബെറ്റർ ലൈഫ് കംഫർട്ട്സ് ലഭിക്കുവാനോ ഒക്കെയുള്ള ഭാഗ്യം ഈ വാരം കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഉയർച്ച വരുവാനുള്ളൊരു യോഗം ഈ വാരം കാണുന്നു എന്നുള്ളതുകൊണ്ട് മഹാഗണപതിയാണ് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടത്. ശ്രീ ഗണേശ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. ശ്രീ ഗണേശ അഷ്ടോത്തര ശതനാമാവലിയാണ് ഏറ്റവും എളുപ്പം, അത് ജപിക്കുക. എന്താ ജപിക്കാൻ പറ്റുന്ന? ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ 108 പ്രാവശ്യം ജപിച്ചാൽ മതി. ഓം ശ്രീ ഗണേശായ നമഃ, ഓം ശ്രീ ഗൗരീപുത്രായ നമഃ, ഓം സ്കന്ദാഗ്രജായ നമഃ, ഓം അവ്യായ നമഃ. ഇങ്ങനെ അത് ജപിച്ചപ്പോൾ എത്രത്തോളം സമർപ്പണം സാവധാനം ജപിച്ചാൽ മതി. ഓം ഗണേശായ നമഃ, ഓം ഗൗരീപുത്രായ നമഃ, ഓം സ്കന്ദാഗ്രജായ നമഃ, ഓം അവ്യയായ നമഃ. ഇങ്ങനെ ജപിച്ച് പോകാവുന്നതാണ്. അതുകൊണ്ട് തടസ്സങ്ങളെല്ലാം ഭഗവാൻ മാറ്റിത്തരും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. പിന്നെ എല്ലാ രാശിക്കാരിലും കുറച്ച് പേരുണ്ടാവും നല്ല സമയം വന്നാലും ഇങ്ങനെ ബാധ്യത, കടവും അതിൻ്റെ പ്രയാസങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ടാവും. ഒരു ജാതകത്തിൽ അനുകൂലമായിട്ടുള്ള ദശാപഹാരങ്ങളാണോ അല്ലയോ എന്ന് പരിശോധിച്ച് ജാതകത്തിലെ ദശാപഹാരങ്ങളും ലാഭസ്ഥാനാധിപൻ്റെ സ്ഥിതിയുമൊക്കെ പരിഹരിക്കുവാനുള്ള കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്രാർത്ഥന നടത്തണം എന്ന് ജ്യോതിഷിയോട് ചോദിച്ച് അറിയുക. അവർക്കും അതുകൊണ്ട് മെച്ചമാകുന്ന കാലമാണ്. പ്രാർത്ഥന ഫലിക്കാനും ഒരു കാലം വേണമല്ലോ. അപ്പോൾ ഇപ്പോൾ അതിനുള്ളൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ജാതകത്തിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അതുകൂടി പരിഹരിക്കുക. ഹയർ എഡ്യൂക്കേഷന് ഭാഗ്യമുണ്ട്. പുതിയ യൂണിവേഴ്സിറ്റിയിലൊക്കെ അഡ്മിഷൻ ലഭിക്കുവാനുള്ള യോഗവും PhD ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹയർ എഡ്യൂക്കേഷനിൽ റിസർച്ച് കംപ്ലീറ്റ് ചെയ്യുവാനുള്ള ഭാഗ്യവുമൊക്കെ ആരംഭിക്കുന്ന ഒരു കാലം തന്നെയാണ് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ബാധ്യത കുറയ്ക്കുവാനായിട്ട് മഹാലക്ഷ്മി സ്തോത്രം കൂടി ജപിച്ചോളൂ. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിരിക്കും. ഇടവം രാശി. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. യാത്രകളും അലച്ചിലും അധിക പണച്ചെലവും സൂചനയിലുണ്ട്. നമ്മൾ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം പൂർണ്ണമായി നടത്തിയെടുക്കുവാൻ ഒരുപക്ഷെ കഴിഞ്ഞു എന്ന് വരില്ല. അതിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരാം. പക്ഷെ പ്രാർത്ഥന കൊണ്ട് അതും പരിഹൃതമാകും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ഹൈ കോൺടാക്ട്സ് വേണ്ട രീതിയിൽ ഉപയോഗിക്കുക. ഒരുപക്ഷെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടണം എന്നില്ല. കാരണം അവർക്കും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ കോൺടാക്ട്സ് വേണ്ടവണ്ണം പ്രയോജനപ്പെടുത്തുന്നതുകൊണ്ട് ഒരു ജോലി തലപ്പെടുവാനോ വരുമാന മാർഗം ഉണ്ടാകുവാനോ ഉള്ള ഭാഗ്യമുണ്ട്. ചെറിയ കച്ചവടമായാലും അതിലൊരു വിപുലീകരണത്തിനും ഈ ഹൈ കോൺടാക്ട്സ് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ നമ്മുടെ ആദ്യത്തെ ശ്രമത്തിൽ അത് പൂർണ്ണമായും വിജയിക്കണമെന്നില്ല. കാരണം ദൈവാധീനം അല്പം കുറവാണ് എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. അപ്പോൾ ദൈവാധീനം വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമമാണ് നമുക്ക് ആവശ്യം എന്നുള്ളതുകൊണ്ട് നമ്മളെന്താ ചെയ്യേണ്ടത്? വിഷ്ണു പ്രീതി വരുത്തുക, വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. കഴിയുമെങ്കിൽ അവിടെ ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ശ്രീ വിഷ്ണു സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. അഷ്ടോത്തര ശതനാമാവലി ധാരാളം മതിയാകുന്ന. അതെന്താ അങ്ങനെ പറയുന്നത് വെച്ചാൽ അതാണ് ഏറ്റവും എളുപ്പം. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി കാഠിന്യമുള്ള ചില സ്തോത്രങ്ങൾ പറഞ്ഞാൽ അത് ചിലപ്പോൾ അനുഷ്ഠിക്കുവാൻ അത്ര എളുപ്പം ആയിരിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ ക്രമേണ അതിലൊരു മടിയും താല്പര്യക്കുറവും വരികയും ജപം അങ്ങോട്ട് തടസ്സപ്പെടുകയും ചെയ്യാം. എന്നുള്ളതുകൊണ്ട് നമ്മളെപ്പോഴും അഷ്ടോത്തര ശതനാമാവലി മതി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ്, നമ്മളെല്ലാവരും ചൊല്ലുന്നതാണ്. അത് ചൊല്ലിയാൽ ധാരാളം മതിയാവും. സാമ്പത്തിക പ്രശ്നങ്ങളും അനാവശ്യമായിട്ടുള്ള കാര്യതടസ്സവും ഒക്കെ നീങ്ങും. ചില വ്യക്തികളെ കൊണ്ടോ സാഹചര്യങ്ങളെ കൊണ്ടോ അവിചാരിതമായിട്ടുണ്ടാകുന്ന തടസ്സങ്ങൾ
ചില ശത്രുത എന്ന് നമ്മൾ തോന്നിപ്പിക്കുന്ന പല കാര്യങ്ങളും ഈ മന്ത്രജപം കൊണ്ട് മാറിക്കിട്ടും എന്നുള്ളതിൽ സംശയം വേണ്ട. പലപ്പോഴും ആൾക്കാർ പറയുന്ന നാട്ടിലെ ആ അസൂയാണ്, അതാണിപ്പോൾ എനിക്കിങ്ങനെ ഓരോ ശല്യങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത്. നമ്മൾ വ്യക്തിക്കെതിരായിട്ടല്ല നമ്മൾ പ്രവർത്തിക്കുന്ന പ്രാർത്ഥന കൊണ്ട്. അങ്ങനെ ആ വ്യക്തികളെ കൊണ്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ആ വ്യക്തികൾക്ക് എന്ത് കാരണം കൊണ്ടാണോ നമ്മളോട് ഒരു ശത്രുത അല്ലെങ്കിൽ ഒരു അത്ര നല്ല അഭിപ്രായം ഇല്ലയോ, ആ അവസ്ഥ അങ്ങോട്ട് മാറുക. അവർക്ക് നമ്മളെ സ്നേഹിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. പ്രാർത്ഥന കൊണ്ട് ഭഗവാനെ അവരുടെ ശത്രുത മാറ്റിത്തരയണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ ശത്രു സംഹാരമല്ല, ശത്രുതാ സംഹാരമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം അറിയുക. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില ലീഗലായിട്ടുള്ള കോംപ്ലിക്കേഷൻസൊക്കെ വരാം. പക്ഷെ അതൊക്കെ ഈ പറഞ്ഞ പ്രാർത്ഥന കൊണ്ട് പരിഹൃതമാകും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. ബാധ്യതയുള്ളവർക്ക് അതിൻ്റെ റീപേയ്മെൻറ്റിൽ ചെറിയ കാര്യതടസ്സമോ അല്ലെങ്കിൽ റീപേ ചെയ്യാൻ കഴിയോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ വരാം. അത് ഈ പറഞ്ഞ പ്രാർത്ഥന ധാരാളം മതി. ആ ടെൻഷനൊക്കെ അങ്ങോട്ട് മാറിക്കിട്ടും. എന്ന് മാത്രമല്ല, റീപേയ്മെൻറ്റിൽ കുറച്ചെങ്കിലും അതൊന്ന് മാനേജ് ചെയ്യാൻ, ആ സിറ്റുവേഷൻ മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരവസരം ഉണ്ടാക്കിത്തരും. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വാരമല്ല, എന്നാൽ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യവും അതുവഴിയുള്ള ഒരു സന്തോഷവും ബന്ധുക്കളെയും പരിചയക്കാരെയും ഒക്കെ അടുപ്പം കൂടുതലുണ്ടാക്കുവാനും കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മിഥുനം രാശി മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. ഗൃഹത്തിലോ വാഹനത്തിനോ അപ്രതീക്ഷിതമായിട്ട് റിപ്പയറൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ടെൻഷനൊന്നും വേണ്ട. അല്പം പണച്ചെലവുണ്ടാകാം. ആ പണച്ചെലവിന് നമുക്ക് ആവശ്യമുള്ള പണം വന്നു ചേരും എന്നുള്ളതാണ്, പ്രത്യേകിച്ച് പ്രാർത്ഥനയുണ്ടെങ്കിൽ. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. അതേസമയം ചെറിയ പ്രയാസങ്ങൾ വരാം. അത് കഴിയുന്നതും ഒഴിവാക്കുവാനുള്ള, അതായത് രാത്രികാല സഞ്ചാരം കുറയ്ക്കുക, അപരിചിതരുമായിട്ടുള്ള യാത്ര, അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക, അതൊക്കെ ഇപ്പോൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. വ്യാഴൻ്റെ 12-ലെ സ്ഥിതി എന്നൊക്കെ പറയും. ജന്മത്തിലെ സ്ഥിതി 12-ലെ സ്ഥിതി, ഇപ്പോൾ 12-ലെ സ്ഥിതിയാണ്. അപ്പോൾ സാധാരണഗതിയിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ദൈവാധീനം കുറയുകയും ചിലവ് വർദ്ധിക്കും എന്നൊക്കെ ആചാര്യന്മാരെപ്പോഴും പറയാറുണ്ട്. ദൈവാധീനം എന്ന് പറയുന്ന എല്ലാ മേഖലകളിലും അത് ആപ്ലിക്കബിളാണ്. ഇപ്പോൾ പഠന കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എക്സാമിന് ചോദിക്കണമെന്നില്ല. അറിയാവുന്ന ചോദ്യങ്ങൾക്ക് തന്നെ ഉത്തരം വേണ്ട രീതിയിൽ അങ്ങോട്ട് എഴുതാൻ പറ്റണമെന്നില്ല. വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളിൽ ചില ശൈഥില്യം, അത് കുടുംബത്തിനകത്ത് തന്നെ ഭാര്യ ഭർത്തൃബന്ധം, മക്കളുമായിട്ടുള്ള ടോക്ക്, കൊളീഗ്സുമായിട്ടുള്ള ടോക്ക്, ഒരുപക്ഷെ ഒരു അഭിപ്രായ വ്യത്യാസത്തിലോ മാനസികമായിട്ടുള്ള അകൽച്ചയിലോ കൊണ്ടുചെന്ന് എത്തിക്കാം. ഇൻ്റർവ്യൂസിലും അതുപോലെ തന്നെ ഉത്തരം ആ സമയത്ത് ഓർമ്മ വരണമെന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഉത്തരം പറയുന്നത് ഈ കേൾക്കുന്നവർക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടണമെന്നില്ല. അതെന്താ ഇഷ്ടപ്പെടാത്തത് നിങ്ങൾ ചോദിക്കുക. ഉത്തരം കറക്റ്റ് അല്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രേസിയോളജി, ആ ഫ്രേസിൻ്റെ ഓർഡർ, വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്ന രീതി, അതൊക്കെ വളരെ, ചിലപ്പോൾ ടോണ് നമ്മൾ വളരെ സൗമ്യമായിട്ടായിരിക്കും സംസാരിക്കുക. പക്ഷേ ചിലപ്പോൾ ആ ഇൻ്റർവ്യൂ ടോണിൽ പെട്ടെന്നൊരു ഉത്തരം നമുക്ക് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ടോൺ അത്ര സുഖകരമായിരിക്കണമെന്നില്ല കേൾവിക്കാർക്ക്. അതുകൊണ്ട് തന്നെ ബാഡ് ഇംപ്രഷൻ വരാം. അപ്പോൾ യുക്തമായ സമയത്ത് യുക്തിയോടുകൂടി സംസാരിക്കുവാനും ഔചിത്യത്തോടുകൂടി സംസാരിച്ച് വേണ്ടപ്പെട്ടവരെ സന്തോഷിപ്പിക്കുവാനും കഴിയുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുവാനായി, ടോൺ ഉപയോഗിക്കുവാനായി ദേവി എന്നെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥന ആരോടാണ്? സരസ്വതി ദേവിയോട് തന്നെയാണ് അതാവശ്യം. അപ്പോൾ സരസ്വതി ദേവിയോട് അങ്ങനെ പ്രാർത്ഥിച്ചുള്ളൂ. അപ്പോൾ നമ്മുടെ വാക്കുകൾ വേണ്ടപ്പെട്ടവരെ, കുടുംബത്തിലുള്ളവരെ സന്തോഷിപ്പിക്കുകയും അതുകൊണ്ട് തന്നെ കുടുംബത്തിനകത്ത് സന്തോഷവും സമാധാനവും, നമുക്ക് സന്തോഷവും സമാധാനവും ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. പുതിയ വാഹനം വാങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാൻഡ് വെഹിക്കിളാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് അധിക പണച്ചെലവ് വരാനുള്ള സാധ്യത ഏറെയാണ്. അതിൻ്റെ റീപേയ്മെൻറ്റിനും പല പ്രയാസങ്ങളും വരാം എന്നുള്ളതുകൊണ്ട് പുതിയ ലോൺ എടുക്കുക, ഹൗസ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ മെയിൻ്റനൻസ് വർക്കൊക്കെ തൽക്കാലം വേണ്ട. ഈ വാരം അതൊക്കെ ഒഴിവാക്കുക. പ്രണയകാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതാണ് നല്ലത്. ചെറുപ്പക്കാർ, അതായത് അനാവശ്യമായിട്ടുള്ള വളരെ മിംഗ്ലിംഗ് ഒക്കെ ഒഴിവാക്കുക. രാത്രികാല സഞ്ചാരം, കൂട്ടുകെട്ട്, അതുമായിട്ട് പാർട്ടിയിങ്ങിന് പോകും, ഇതൊക്കെ ഒഴിവാക്കേണ്ട ഒരു വാരം തന്നെയാണ് എന്നുള്ളതിൽ സംശയം വേണ്ട. വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. എല്ലാ ഐശ്വര്യങ്ങളും വരുന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. കർക്കിടകം രാശി പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം ആയില്യം. കുറച്ചു കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടക്കുവാനോ അതിൻ്റെ സൂചനകൾ ലഭിക്കുവാനോ ഭാഗ്യമുള്ള ഒരു കാലം തന്നെയാണ്. അതിന് സംശയമൊന്നും തന്നെ വേണ്ട. വ്യാഴൻ ലാഭസ്ഥാനത്ത് വരിക എന്ന് പറഞ്ഞാൽ അത് ഭാഗ്യാധിപനായിട്ടുള്ള വ്യാഴൻ ലാഭസ്ഥാനത്ത് വരിക എന്ന് പറയുന്നതിനപ്പുറം നമുക്ക് വലുതായിട്ടൊന്നും അത്രയും നല്ല സമയം നമുക്ക് കിട്ടണം എന്നില്ല. പക്ഷേ
ജാതകത്തിൽ നോക്കുക, രാഹുവിൻ്റെയോ കേതുവിൻ്റെയോ ശനിയുടെയോ അപഹാരമാണോ ദശയാണോ എന്നൊക്കെ ഒന്ന് നോക്കണം. പിന്നെ ലാഭസ്ഥാനത്തിന് ജാതകത്തിൽ ബലമുണ്ടോ എന്ന് നോക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്പം കുറവാണ് എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അതിന് പരിഹാരം ചെയ്ത് പൂർണ്ണത വരുത്തുക. കാരണം ഇപ്പോൾ നല്ലൊരു കാലത്തിൻ്റെ ആരംഭമാണ്. നല്ലൊരു കാലം എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടും പ്രൊഫഷണലായിട്ടും നല്ലൊരു കാലത്തിൻ്റെ തുടക്കമാണ്. എന്ന് വെച്ചാൽ ഈ വാരം തന്നെ അങ്ങോട്ടെല്ലാം സംഭവിക്കണം എന്നുള്ളതല്ല, അതിൻ്റെ ഒരു സൂചനയെങ്കിലും ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. അതായത് ബിസിനസ്സിലൊരു പുരോഗതി, നഷ്ടത്തിലായിരുന്ന ബിസിനസ് ലാഭത്തിലാക്കുവാൻ കഴിയുന്ന രീതിയിൽ സാഹചര്യം ഒരുങ്ങുക. അതുകൂടാണ്ട് തന്നെ ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങൾ, ചിട്ടി ഇവയൊക്കെ ലഭിക്കുക. അതിൽ നിന്നുള്ളൊരു ഫൈനാൻഷ്യൽ ബെറ്റർമെൻറ്റ്, മാതൃവഴിക്കുള്ള സ്വത്ത് ലഭിക്കുക, അല്ലെങ്കിൽ അതുകൊണ്ട് അതിൻ്റെ വിൽപ്പന അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസാക്ഷൻ നടക്കുക, അത് വെച്ച് നമ്മൾ പ്ലഡ്ജ് ചെയ്ത് ലോൺ ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള പണം വരാനുള്ള ചില മാർഗ്ഗങ്ങൾ തുറന്നു വരും എന്നുള്ളതാണ് ഈ വാരത്തിൻ്റെ പ്രത്യേകത. അതിന് നമ്മുടെ ഒരു ശ്രമം, ഒരു മിനിമം എഫേർട്ട് അത്യാവശ്യമുണ്ടാകണം. ഭാഗ്യം തീരെ കുറഞ്ഞവരാണെങ്കിൽ എഫേർട്ട് ഷുഡ് ബി മാക്സിമം. ഈ കുട്ടികൾ പഠിക്കുന്ന പോലെയാണ്. ബുദ്ധിയുള്ളവർക്ക് ഒരു പ്രാവശ്യം 2 പ്രാവശ്യമോ വായിച്ചാൽ ധാരാളം മതിയാവും. ബുദ്ധി അത്രത്തോളം ഇല്ല എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു റീഡ് ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. അതെന്താ, ബുദ്ധിയിൽ വ്യത്യാസമുണ്ട്? യെസ്, തീർച്ചയായിട്ടും ബുദ്ധിയിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ കോംപ്രിഹെൻഷൻ, മനസ്സിലാക്കാനുള്ള കഴിവ് ഓരോ കുട്ടികളിലും വ്യത്യാസമാണ്, അല്ലേ? റിട്ടൻഷൻ, ഓർമ്മയിൽ വെക്കാനുള്ള കഴിവ് വ്യത്യസ്തമാണ്. ഇനി ഓർമ്മയിലുണ്ടെങ്കിൽ തന്നെ അത് വേണ്ട സമയത്ത് നമുക്ക് അത് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. എക്സാം ടൈമിൽ, എക്സാം പേപ്പറിൽ നമുക്ക് എഴുതുന്ന രീതിയിൽ ബ്രെയിനിൽ നിന്ന് അത് റിട്രീവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വേണം. ഇതൊക്കെ ഒരു ബേസിക്കായിട്ടുള്ള ഒരു ഇൻഹറൻറ്റ് ജനറ്റിക്സും പിന്നെ സാഹചര്യങ്ങളുമാണ്. അതൊക്കെ അനുകൂലമാക്കാൻ ഭഗവാനേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാനോടുള്ള നമ്മൾ പ്രാർത്ഥന അത്യാവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവേ അനുകൂലമായിട്ടുള്ളൊരു സമയമായി കാണുന്നു. വിവാഹ കാര്യങ്ങൾക്ക് നല്ല സമയമാണ്. ആ ഒരു പ്രായത്തിലുള്ളവർക്കും പ്രണയിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളവർക്കുമൊക്കെ പ്രണയം സാധ്യമാകുന്നൊരു കാലമാണ്. മനസ്സിന് ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളി വന്നു ചേരുക, അല്ലെങ്കിൽ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു സൗഹൃദമുണ്ടാകുക, ഇതൊക്കെ വന്നു ചേരാൻ ഭാഗ്യമുള്ളൊരു സമയമാണ് എന്നുള്ള കാര്യം പ്രത്യേകം അറിഞ്ഞ് മുന്നോട്ട് പോകുക. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്യാഷ് ഗെയിൻ വരാം. പ്രതീക്ഷിതമായിട്ട് ഏതെങ്കിലും സൂസിൽ നിന്ന് അല്പം പണം വരെ എന്ന് വെച്ച് കോടികൾ വരിക എന്നൊന്നും അർത്ഥമാകണമെന്നില്ല. അത് 10 രൂപയെങ്കിൽ 10 രൂപ അൺഎക്സ്പെക്റ്റഡ് ഗെയിൻ നമുക്ക് ഉണ്ടാകുവാനുള്ള സാധ്യത ഇപ്പോൾ ഏറെയാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. ദൂരയാത്രയും ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും ഉള്ള ഭാഗ്യമൊക്കെ ഉണ്ട്. കുടുംബത്തിൽ എന്തെങ്കിലും മംഗളകർമ്മം നടക്കുവാനുള്ള യോഗമുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയാം. ഇപ്പോൾ അങ്ങനെ മംഗളകർമ്മം വരികയാണ്, ആഘോഷിക്കപ്പെടേണ്ടതാണ്. അത് തീർച്ചയായിട്ടും ആഘോഷിച്ച് മുന്നോട്ട് പോവുക. എല്ലാ ഐശ്വര്യങ്ങളും വരും. ഗണപതി പ്രീതി അത്യാവശ്യമാണ്. കഴിയുമെങ്കിൽ തിങ്കളാഴ്ച ഗണപതി പ്രീതിക്കായിട്ട് ഒരു നാളികേരം അടുത്ത ക്ഷേത്രത്തിൽ സമർപ്പിക്കുക. അത് കഴിയുമെങ്കിൽ. അതിപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സമർപ്പണത്തിന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് പ്രാർത്ഥിക്കുക. ഗണേശ സ്തോത്രമാണ് ജപിക്കേണ്ടത്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വൈകാരികമായിട്ടുള്ള പ്രോബ്ലംസും ഒക്കെയുള്ള ഒരു കാലമായിരുന്നു. പണച്ചെലവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലത്തിൽ പലപ്പോഴും ഉറക്കക്കുറവ് തന്നെ വരാം. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് ഈ സങ്കടനാശ ഗണേശാഷ്ടകം എന്ന് പറഞ്ഞൊരു സ്തോത്രമുണ്ട്. പ്രണമ്യ ശിരസാ ദേവം ഗൗരീപുത്രം വിനായകം എന്ന് പറഞ്ഞൊരു സ്തോത്രമുണ്ട്. അതങ്ങോട്ട് ജപിച്ചോളൂ. അപ്പോഴേക്കും സങ്കടങ്ങളൊക്കെ ഭഗവാൻ മാറ്റിത്തരും എന്നുള്ളതിൽ സംശയം വേണ്ട. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ 60 വയസ്സ് കഴിഞ്ഞ വ്യാഴൻ്റെ 5ാം വ്യാഴവട്ടം എന്നാണ് 60. അത് കഴിഞ്ഞവരൊക്കെ ആരോഗ്യകാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അത്രയേ ഉള്ളൂ. അതിന് വലിയ പ്രയാസങ്ങളൊന്നും വരില്ല. ശനി പ്രീതി കൂടെ വരുത്താമെങ്കിൽ ഉത്തമമായി എന്നുള്ളതാണ്. ശനിയാഴ്ച ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം, ശനിയെ വണങ്ങാത്ത ധാരാളം മതി. ശനി സ്തോത്രം കൂടി ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും. ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളെങ്കിലും സാധിച്ചു കിട്ടാൻ ഭാഗ്യമുള്ളൊരു വാരമാണെന്നറിഞ്ഞ് മുന്നോട്ട് പോവുക. എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും. ചിങ്ങം രാശി, മകം പൂരം ഉത്രമാദ്യത്തെ കാൽഭാഗം. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ഒരു ശ്രദ്ധ വേണം എന്നുള്ളതാണ്. ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഹൈ സ്പീഡ് ഡ്രൈവിങ്, റൈഡിംഗ് ഒക്കെ ഒഴിവാക്കുക. അസമയത്തുള്ള യാത്രയും ഒഴിവാക്കുക. അസമയത്ത് കൂട്ടുകാരുമായിട്ട് ചേർന്നിട്ടുള്ള ആഘോഷ പരിപാടികൾക്കോ അല്ലെങ്കിൽ യാത്രകൾക്കോ പിക്നിക്കോ ഒക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അൺഎക്സ്പെക്റ്റഡ് പ്രോബ്ലംസ് ക്യാൻ എമേർജ് ഔട്ട് ഓഫ് നോ വെയർ എന്നാണ് പറയുക. അത് ഒരു കാര്യമില്ലാണ്ട് എവിടുന്നെങ്കിലും പ്രോബ്ലംസ് വരാനോ അതുകൊണ്ട് മനസ്സിന് ഏറെ ടെൻഷൻ വരുവാനും സാധ്യതയുള്ളൊരു കാലമാണ്. അതറിഞ്ഞ് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഈ കോൺസിക്വൻസസ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പ്രാർത്ഥന കൂടി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ ഭഗവാൻ തന്നെ മാറ്റിത്തരും എന്നുള്ളതിൽ സംശയം വേണ്ട. ഗൃഹത്തിൽ അഭിപ്രായ വ്യത്യാസം വരാതെ ശ്രദ്ധിക്കണം.
കാരണം പെട്ടെന്ന് കോപം കൊണ്ട് എന്തെങ്കിലും പറയും, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ അതിൻ്റെ ടോൺ തെറ്റിദ്ധരിക്കുവാൻ ഇടയുള്ള ഒരു കാലം കൂടിയാണ് എന്നുള്ളതുകൊണ്ട് ഓഫീസിലൊക്കെ നമ്മളിങ്ങനെ ഒരു കാഷ്വൽ ടോക്കിൽ ആരെങ്കിലും കുറിച്ചൊക്കെ ഒരു പരാമർശം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഈവൻ പൊളിറ്റിക്കൽ കമൻറ്റ് ഒഴിവാക്കുക, അതാണ് ഏറ്റവും നല്ലത്. പൊളിറ്റിക്കൽ അങ്ങനെയുള്ള വൈകാരികമായിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള കമൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഈ വാരം തീർച്ചയായിട്ടും സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയും. ഈ വാരം വിവാഹിതരാകുന്നവരോ അല്ലെങ്കിൽ വിവാഹ നിശ്ചയം നടത്തുന്നവരോ അത് വളരെ ആലോചിച്ചതിന് ശേഷം മാത്രമാണ് നടത്തേണ്ടത്. കാരണം പിന്നീട് തീരുമാനങ്ങൾ അത്രത്തോളം ശരിയായിരുന്നോ എന്ന് സംശയിക്കാവുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഭാവിയിൽ ഒരുങ്ങാം എന്നുള്ളതിൽ ഈ പ്രാർത്ഥന കൊണ്ട് അങ്ങോട്ട് മാറിക്കിട്ടും എന്നുള്ളതിൽ സംശയം വേണ്ട. ബാധ്യതകൾ ഏറെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഗ്രഹനിലയിൽ വ്യക്തമാണ്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പല രീതിയിലുള്ള ബാധ്യതകൾ, പഴയ ബാധ്യതകൾ കുറച്ചൊക്കെ കഴിഞ്ഞ ഒരു വർഷത്തിനകം കൊടുത്തിട്ടുണ്ടാകും. പക്ഷെ കൂടുതൽ ബാധ്യതകളോ അല്ലെങ്കിൽ ബാധ്യതകളുടെ സൂചനകളോ വ്യക്തമാണ് എന്നുള്ളതുകൊണ്ട് മഹാലക്ഷ്മി സ്തോത്രം കൂടി ജപിച്ചോളൂ. ഓം പ്രകൃത്യേ നമഃ നമ്മൾ ആരംഭിക്കുന്ന ശ്രീ മഹാലക്ഷ്മി അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിക്കുക. എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും മഹാലക്ഷ്മി നീക്കിത്തരും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കും. കന്നിരാശി, ഉത്തരാവസാനത്തെ 1/4 ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. അനുകൂലമല്ലാതിരുന്ന പല കാര്യങ്ങളും അനുകൂലമായി മാറുന്നതിൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങും. പ്രൊമോഷൻ ഇപ്പോൾ ഡിലേഡ് ആണെന്നുണ്ടെങ്കിൽ പ്രൊമോഷനിൽ അനുകൂലമായിട്ടുള്ള സൂചനകൾ ലഭിച്ചു തുടങ്ങും. അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫേഴ്സിനൊക്കെ അപ്ലൈ ചെയ്യുവാൻ പറ്റിയ ഒരു കാലമാണെന്നറിയാം. കൊളീഗ്സുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ പെരുമാറ്റം കൊണ്ട് അഭിപ്രായ വ്യത്യാസമൊക്കെ മറന്ന് ഒന്നിക്കുവാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലും എന്തെങ്കിലും പ്രോബ്ലംസ് എമേർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കുറയ്ക്കുവാൻ കഴിയുന്ന ഒരു വാരമാണ്. പുതിയ പ്രോബ്ലംസ് ഡെവലപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. കാരണം വാക്ക് ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാം എന്നുള്ളൊരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിൽ ഒരു ഓർമ്മ വേണം, അത്രയേ ഉള്ളൂ. അപ്പോഴേക്കും പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോക്കോളും. പുതിയ ചില പ്രോജക്ട്സ് ഒക്കെ വന്നു ചേരും. സിനിമ, TV പ്രോജക്ട്സ് ഒക്കെ വരാൻ ഭാഗ്യമുണ്ട്. അപ്പോൾ ആ രംഗത്തുള്ളവർക്ക് പൊതുവെ ഒരു ബെറ്റർമെൻറ്റിൻ്റെ സൂചനകൾ തന്നെയാണ് കാണുന്നത്. പുതിയ കോഴ്സസിനൊക്കെ അഡ്മിഷൻ ലഭിക്കുവാനുള്ള ഭാഗ്യം വിദ്യാർത്ഥികൾക്ക് കാണുന്നുണ്ട്. കോഴ്സ് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുവാനും ചെറിയൊരു വരുമാന മാർഗം ജോലിയൊക്കെ ലഭിക്കുവാനും ഭാഗ്യമുള്ള ഒരു കാലം തന്നെയാണ്. കൃഷ്ണപ്രീതി വരുത്തിക്കോളൂ. എല്ലാ പ്രയാസങ്ങളും തടസ്സങ്ങളും നീങ്ങും. വ്യാഴാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക. ദിവസവും ശ്രീകൃഷ്ണ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകും. അച്യുതം കേശവം രാമനാരായണം, അത് നമ്മൾ ജപിക്കുക. ദിവസവും അത് ജപിക്കുക. എല്ലാ പ്രയാസങ്ങളും നീക്കി ഭഗവാൻ കൂടെ ഉണ്ടാവും. നമുക്ക് സന്തോഷം പകർന്നു തരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. തുലാം രാശി, ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ 1/4 ഭാഗം. അനുകൂലമായിരുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ അനുകൂലമല്ലാത്ത രീതിയിൽ പോകുന്നില്ലേ എന്ന് നമുക്ക് തോന്നാം. അതിപ്പോൾ വൈകാരികമായിട്ടുള്ള ബന്ധങ്ങളിലായാലും സാമ്പത്തികമായിട്ടുള്ള റിലേഷൻഷിപ്പിലായാലും ഒക്കെ ഇത് തോന്നാം. ഇപ്പോൾ ചില ബ്രേക്കപ്സ് ഒക്കെ വരുന്ന ഒരു കാലമാണ് പ്രണയം ഉണ്ടെങ്കിൽ എന്നുള്ളതുകൊണ്ട് അതൊക്കെ വരാണ്ടിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. വിവാഹ കാര്യത്തിലും നിശ്ചയത്തോട് അടുക്കുമ്പോഴേക്കും ഒരാളുടെ അതൃപ്തി വരാനുള്ള സാധ്യത ഏറെയുള്ള സമയമാണ് എന്നുള്ളതുകൊണ്ട് വളരെ എളുപ്പം ചിന്തിക്കാതെ കയറി നിശ്ചയത്തിലൊന്നും ഏർപ്പെടരുത്. കാരണം ഒരു ബാക്കിംഗ് ഔട്ടൊക്കെ വരാം എന്നുള്ളതുകൊണ്ടാണ് വിവാഹ നിശ്ചയത്തിനൊക്കെ ഈ വാരം അത്ര ശുഭകരമായി കാണുന്നില്ല. എന്നാൽ മംഗളകർമ്മങ്ങളുടെ ഒരു ഭാഗമാകാനുള്ള യോഗവും ജാതകത്തിലുണ്ട്, അല്ലെങ്കിൽ ഗ്രഹനിലയിലുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. പുതിയ ബിസിനസ് ആരംഭിക്കുന്നതൊക്കെ പലപ്പോഴും ഇപ്പോൾ ആരംഭിക്കാൻ മുഹൂർത്തം കിട്ടുന്ന ഒരു സമയമാണെങ്കിലും അത് സെക്കൻഡ് തോട്ടിന് ശേഷം മാത്രം പുതിയ ബിസിനസ് ആരംഭിച്ചാൽ മതി എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. ദൂരയാത്രയും അലച്ചിലുമൊക്കെ വരാം. അതുവഴി ധനനഷ്ടത്തിനുള്ള സാധ്യതയുണ്ട്. വേണ്ടപ്പെട്ടവർ ചിലപ്പോൾ നമുക്കത്ര സന്തോഷകരമായ രീതിയിൽ പെരുമാറണമെന്നില്ല. അവരുടെ പെരുമാറ്റം ഒരു പക്ഷേ നമ്മളിൽ വിഷമം ഉണ്ടാക്കുവാനും അതുകൊണ്ടൊരു എന്താ ഇപ്പം അങ്ങനെ പെരുമാറിയത് എന്നൊക്കെ ചിന്തിച്ച് മനസ്സ് വിഷമിക്കുവാനും സാധ്യതയുള്ള ഒരു കാലമാണ്. അന്യരുടെ കമൻസിന് യാതൊരു പ്രാധാന്യവും കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുക. അപ്പോൾ മനസ്സ് ശാന്തമാക്കാനായിട്ട്, മനസ്സ് ടെൻഷനുള്ളൊരു കാലമാണ്. അത് സ്വന്തം സന്തതിയെ കൊണ്ടും ടെൻഷൻ വരാം, സ്വന്തം കുട്ടികളെ കൊണ്ടും ടെൻഷൻ വരാം എന്നുള്ളത് കൊണ്ട് തന്നെ സന്തതി ഭാവത്തിൻ്റെ ഒരു ബലത്തിനായിട്ട് വ്യാഴപ്രീതി അത്യാവശ്യം വരുത്തണം എന്നുള്ള കാര്യം അറിയുക. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ വ്യാഴനെ കഴിയുന്നതും ദിവസവും വണങ്ങുക.
ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതിം എന്നുള്ള ആ ശ്ലോകം 9 പ്രാവശ്യം ജപിച്ചോളൂ. കാര്യങ്ങളൊക്കെ അനുകൂലമായി വരും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. ബാധ്യതകൾ കുറയ്ക്കുവാനുള്ള ഒരു സാഹചര്യം ഭഗവാൻ ഒരുക്കി തരികയും ചെയ്യും എന്നുള്ളതിലും സംശയം വേണ്ട. സന്തോഷമായിരിക്കാം. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനീഴം, തൃക്കേട്ട. പല കാര്യങ്ങളും അനുകൂലമായി വരുന്ന അതിൻ്റെ ഒരു സൂചനയൊക്കെ ലഭിക്കുവാൻ ഭാഗ്യമുള്ള കാലമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയൊരു വരുമാന മാർഗം, എഡ്യൂക്കേഷനിലുണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങുക, പഠിക്കാനുള്ളൊരു താല്പര്യം, ഒരു മോട്ടിവേഷൻ വരിക. അപ്പോൾ ട്യൂഷനൊക്കെ വേണം എന്നൊക്കെ തോന്നുക, ട്യൂഷന് പോയാൽ നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ തോന്നുക. അങ്ങനെ ഒരു മനസ്സിലൊരു മാറ്റത്തിൻ്റെ കാലം ആരംഭിക്കുകയാണെന്നുള്ളതുകൊണ്ട് ഈ കാലം വേണ്ട രീതിയിൽ ഉപയോഗിക്കണം. തീരെ ചെറുപ്പമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ മാതാപിതാക്കൾ അവരുടെ പഠനത്തിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നതുകൊണ്ട് കാര്യങ്ങൾ വിജയത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുവാൻ കഴിയും. പ്രത്യേകിച്ച് അലസതയൊക്കെ ഉണ്ടായിരുന്നവർക്ക് അത് വിജയത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുവാൻ കഴിയുന്ന ഒരു വാരം തന്നെയാണ്. എന്നാൽ അലസത കൂടുതൽ വരാനുള്ള ഒരു സാധ്യത അതിലുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ചറിയാം. അപ്പോൾ അലസത കുറയ്ക്കുവാനായിട്ട് ശനിപ്രീതി അത്യാവശ്യം വരുത്തുക. നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം എന്നാരംഭിക്കുന്ന ആ ശനി ശ്ലോകം ഭക്തിപൂർവ്വം ജപിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കുക. വിവാഹ കാര്യങ്ങൾക്കും തരക്കേടില്ലാത്ത വാരമാണ്. വിവാഹ ആലോചനകൾ വരാനും വിവാഹ നിശ്ചയത്തിനുമുള്ള സാധ്യതയുണ്ട്. ബന്ധുസമാഗമം, പഴയ പരിചയക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാനും പുതിയ പരിചയങ്ങൾ ഉണ്ടാകുവാനും അതുകൊണ്ട് ചില പ്രയോജനങ്ങൾ ലഭിക്കുവാനും ഭാഗ്യമുള്ള കാലമാണ് എന്നറിഞ്ഞോളൂ. സന്തോഷമായിരിക്കുക. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. വിവാഹ കാര്യങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില ടെൻഷൻസിൻ്റെ ഒരു സൂചനയുണ്ട്. അതായത് വിവാഹം ഇങ്ങോട്ട് വന്ന കേസാണെങ്കിൽ പോലും പിന്നീട് അതിന് മറുപടി ഇല്ലാത്തതുകൊണ്ട് എന്താ ഇപ്പോൾ അങ്ങനെ വരാത്ത ജാതകമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, എല്ലാം ഏതാണ്ട് സാമാന്യം ശരിയാകുമെന്ന് വിചാരിച്ചിട്ട് ഇതും ശരിയാകുന്ന ഒരു സാധ്യത കാണുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഒരു പ്രായം കടന്നവർക്ക് ടെൻഷൻ വരുന്ന ഒരു വാരമാണ്. പക്ഷെ അത് ഒഴിവാക്കുവാൻ തീർച്ചയായിട്ടും കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. വിവാഹ കാര്യങ്ങൾക്ക് നമ്മൾ എന്താ തടസ്സം മാറ്റാൻ എന്താ ചെയ്യുക? മഹാദേവപ്രീതി, എത്രയേ ഉള്ളൂ. ശിവപാർവതി സ്തോത്രം ജപിക്കുക. ആചാരപ്രകാരം തിങ്കളാഴ്ച വ്രതമെടുക്കുക. ദിവസം ഒരു 3 പ്രാവശ്യമെങ്കിലും ശിവപാർവതി സ്തോത്രം ജപിച്ചുകൊണ്ട് തിങ്കളാഴ്ചകളിൽ അതൊരു 9 പ്രാവശ്യം ജപിച്ചോളൂ. വിവാഹ കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ആചാരപ്രകാരമാണ് തിങ്കളാഴ്ച വ്രതം എടുക്കേണ്ടത്. ഇവിടെ ആഹാര കാര്യത്തിലാണ് നമ്മൾ നിയന്ത്രണം പാലിക്കുന്നത്. അതൊരു ഡയറ്റിംഗ് മാത്രമേ ആവുന്നുള്ളൂ. നമ്മൾ സ്പിരിച്വൽ ഡയറ്റിംഗ് ആണ് അത്യാവശ്യം, ആഹാര കാര്യങ്ങളിലുള്ള ഡയറ്റിംഗ് അല്ല. അതും ആകാം. എക്സൈറ്റേറ്ററി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ ഒഴിവാക്കുക, അത്രയേ ഉള്ളൂ. അതുകൂടാണ്ട് നമ്മൾ ചെയ്യേണ്ടതിന് നാമജപം, അതിനാണ് ഏറ്റവും പ്രാധാന്യം. വാക്കുകൾ കൊണ്ട് അന്യരെ വേദനിപ്പിക്കാണ്ടിരിക്കുക. അതാണ് നമ്മുടെ പ്രവൃത്തി കൊണ്ടോ വാക്കുകൾ കൊണ്ടോ എന്തിനാ ചിന്ത കൊണ്ട് പോലും നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കരുതെന്നാണ് മനസ്സാ വാചാ കർമ്മണ എന്ന് പറയുന്നത്. അപ്പോൾ മാത്രമേ പ്രാർത്ഥന ഫലിക്കുകയുള്ളൂ എന്നുള്ള കാര്യം അറിയാം. നമ്മളെപ്പോഴും വൈബ്രേഷൻ റിലീസ് ഉണ്ടല്ലോ, ആ വൈബ്രേഷൻ റിലീസ് എന്ന് പറയുന്നത് സാത്വികമായിട്ടുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ആ വൈബ്രേഷൻ റിലീസ് പെർഫെക്റ്റ് ആകൂ എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. സാമ്പത്തികമായി അല്പം ഒരു ടൈറ്റ് സിറ്റുവേഷൻ വരാം. അതായത് ചിലവ് വളരെ കൂടിയിരിക്കുന്നതുകൊണ്ട് വരുമാനം ഉണ്ടെങ്കിൽ തന്നെയും മനസ്സിന് ടെൻഷനും പ്രയാസങ്ങളും വരാം. ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ നീക്കുവാനായിട്ട് നമ്മൾ മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തുക, മഹാലക്ഷ്മി സ്തോത്രം ജപിക്കുക. എല്ലാ പ്രയാസങ്ങളും സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ കുറയും എന്നുള്ളതിൽ സംശയം വേണ്ട. പഴയ ബാധ്യതകൾ ഉള്ളവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോളൂ എന്നുള്ളതാണ്. ആ പ്രാർത്ഥന കൊണ്ട് ആ ബാധ്യത കുറഞ്ഞോളും എന്നുള്ളതിലും സംശയം ഒന്നും തന്നെ വേണ്ട. എല്ലാ ഐശ്വര്യങ്ങളും വരുവാനായിട്ട് ഈ പ്രാർത്ഥന സഹായിക്കും. വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂട്ടുകെട്ട് ഒഴിവാക്കുക. കൂട്ടുകെട്ട് കൊണ്ട് നിയമപരമായിട്ടുള്ള പ്രയാസങ്ങളിൽ ചെന്നുപെടുവാനുള്ള സാധ്യത ഏറെയുള്ള കാലമായതുകൊണ്ട് അതൊരു നിയന്ത്രണത്തിൽ കൊണ്ടുവരണം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അത്രേ ഉള്ളൂ. വളരെ ലളിതമാണ്. സരസ്വതി പ്രീതി കൊണ്ട് വിദ്യാഭ്യാസ കാര്യങ്ങളിലും ഉയർച്ച വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. വ്യാഴപ്രീതി കൂടി വരുത്താമെന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ഒരു ഈശ്വരാധീനം വരികയും നമ്മൾ ജീവിതത്തിൽ ഉയർച്ചയുടെ പാതയിലേക്ക് പോകും എന്നുള്ളതിലും സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മകരം രാശി, ഉത്രാട അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം.
പല കാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ദൃശ്യമാകും, അതിൽ സംശയം വേണ്ട. സാമ്പത്തികമായിട്ടുള്ള പുരോഗതി വരാം. യാത്രകളിൽ ചെറിയ തടസ്സങ്ങളൊക്കെ വരാം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യാത്ര ക്യാൻസൽ ചെയ്തു, അപ്പോൾ അതിൻ്റെ റിട്ടേൺസിലൊക്കെ ചിലപ്പോൾ ആദ്യം ഒരു തടസ്സം വന്നിട്ട് പിന്നീട് അത് ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. അപ്പോൾ എന്നാലും ഉല്ലാസയാത്രയ്ക്കുള്ള യോഗവും എന്തെങ്കിലും മംഗളകർമ്മങ്ങൾക്കായിട്ടുള്ള യാത്രകളും അതുകൊണ്ടുള്ള സന്തോഷവും പുനഃസമാഗമം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. നമ്മുടെ സുഹൃത്തുക്കൾ ബന്ധുക്കളും ഒക്കെ ആയിട്ട് പരിചയം പുതുക്കുവാനും ബന്ധുത്വം പുതുക്കുവാനും കൂടുതൽ ഇൻറ്റൻസിറ്റിയോടുകൂടി അങ്ങോട്ട് പെരുമാറുവാനും ഒക്കെ ഒരു അവസരം ലഭിക്കുന്ന ഒരു വാരമാണെന്ന് പ്രത്യേകിച്ചറിയാം. ഇതുമായി ബന്ധപ്പെട്ട വസ്ത്രലാഭം നമ്മൾ പറയും. വസ്ത്രം വാങ്ങുക, ഓർണമെൻറ്റ്സ് വാങ്ങുക, കാറൊക്കെ ഒന്ന് മോടി പിടിപ്പിക്കുക, അല്ലെങ്കിൽ വാഹനം എന്താണോ വാഹനമുള്ളത് അത് വാഹനം മോടി പിടിപ്പിക്കുക, ഗൃഹമൊക്കെ ഒന്ന് നന്നായി നീറ്റാക്കുക. ഇതിനൊക്കെയുള്ള സാധ്യത ഏറെയുള്ളൊരു വാരമാണ് എന്നും പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങൾ വന്നു ചേരാനുള്ള യോഗമുണ്ട് എന്നുള്ള കാര്യം. സന്തതിയുടെ ജനനം, സന്തതിക്ക് സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും ഒരു പൊസിഷനൊക്കെ ലഭിക്കുക, ഇതിനൊക്കെയുള്ള സാധ്യത ഏറെയുള്ള ഒരു വാരമാണ്. അവരുടെ വിവാഹ കാര്യങ്ങളിലുമൊക്കെ തീരുമാനമാകാം. അപ്പോൾ അതിനൊക്കെയുള്ള യോഗമുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോൾ എന്താ ചെയ്യുക? തടസ്സങ്ങളൊക്കെ നീക്കണം. അതിന് രാശിനാഥനെ ബലപ്പെടുത്തുക എന്നുള്ളതാണ്. രാശിനാഥൻ ആരാണ്? ശനിയാണ്. ശനിപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ നടത്തുക, ശനിയെ തൃപ്തിപ്പെടുത്തുക, ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുക. ദാനം കൊണ്ടാണ് ശനി സംപ്രീതനാകുന്നത് എന്നാണ് പറയുന്നത്. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു അന്നദാനം നടത്താൻ ശ്രമിച്ചോളൂ. ജീവിതത്തിന് ഒരു ലക്ഷ്യബോധം ഉണ്ടാകും, നേട്ടങ്ങൾക്കായി പ്രവർത്തിക്കുവാനുള്ളൊരു താല്പര്യം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കും ഒരു എയിംലെസ്നെസ് ഉണ്ടായിരുന്നത് അങ്ങോട്ട് മാറിയിട്ട് നന്നായിട്ട് പ്രവർത്തിക്കുവാനും പഠിക്കുവാനുമുള്ളൊരു താല്പര്യം ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാലവും കൂടി ആരംഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പൊക്കോളൂ. ജീവിത വിജയം സുനിശ്ചിതമാണ്. വിവാഹകാര്യങ്ങൾക്കും ശ്രമിച്ചോളുക. അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ പ്രണയം വിവാഹത്തിലെത്തുവാനുള്ളൊരു ഭാഗ്യവും കാണുന്നു. സന്തോഷമായിരിക്കാം. കുംഭം രാശി. അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം, പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. യാത്രകൾ ഒന്ന് കുറയ്ക്കുക. പക്ഷേ യാത്രകൾ വേണ്ടി വരുന്ന സാഹചര്യം തന്നെയാണ് കാണുന്നത്. യാത്രയും അലച്ചിലും യാത്ര കൊണ്ട് അധിക പണച്ചെലവിനുള്ള സാധ്യതയും ഏറെയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പിന്നീട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അപ്രതീക്ഷിതമായിട്ട് ചില പ്രയാസങ്ങൾ ആരോഗ്യപരമായിട്ടോ കുടുംബത്തിൽ ആർക്കെങ്കിലും ചില ഹെൽത്ത് പ്രോബ്ലംസോ ഒക്കെ വരാനുള്ള സാധ്യത ഏറെയാണ്. അതുവഴി ധനനഷ്ടത്തിനും മെൻ്റൽ ടെൻഷനും ഉറക്കക്കുറവിനും ഒക്കെയുള്ള സാധ്യത. മറ്റു പല ജോലികളും നമുക്ക് തടസ്സപ്പെടുവാനോ മുടങ്ങുവാനോ കുടുംബത്തിൽ ചെറിയൊരു അസ്വസ്ഥത ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് അതിന് പരിഹാരമായിട്ട് മഹാദേവ പ്രീതി വരുത്തുക. മഹാദേവൻ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു പറയേണ്ട കാര്യമില്ലല്ലോ. ക്ഷിപ്രപ്രസാദിയാണ്. അടുത്ത ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ദിവസവും ദർശനം നടത്തുക. കഴിയുന്നവർ അവിടെ ഒരു ജലാഭിഷേകത്തിന് കൊടുക്കുക. അത്രയേ ഉള്ളൂ. 108 കലശം ജലധാര എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അവിടെ കൊടുക്കുക. ഒരു കുടം ജലധാര അതൊക്കെ കൊടുക്കുക. നമശിവായ മന്ത്രം ജപിച്ചുകൊള്ളുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനം. ഓം ഹ്രീം നമശിവായ, ഓം നമോ നാരായണായ, ഓം ഹ്രീം നമശിവായ, ഓം നമോ നാരായണായ, ഓം ഹ്രീം നമശിവായ, ഓം നമോ നാരായണായ, ഓം ഹ്രീം നമശിവായ, ഓം നമോ നാരായണായ. ഇതങ്ങോട്ട് ജപിച്ചുകൊള്ളുക എന്നുള്ളതാണ്. ആ ഹ്രീം ശബ്ദം കൂടി ഉള്ളതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ, ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു ലോസോ അല്ലെങ്കിൽ ഒരു സ്റ്റാഗ്നേഷനോ വരാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വാർട്ടേഴ്സിൽ നിന്ന് പണം കിട്ടണമെന്നില്ല. ഈ തടസ്സവും ഈ മന്ത്രജപം കൊണ്ട് സാധിക്കും. അങ്ങോട്ട് നീങ്ങിപ്പോകും തടസ്സം എന്നുള്ളതിലും സംശയമൊന്നും തന്നെ വേണ്ട. സന്തോഷമായിട്ടിരിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു കോഷൻ വേണം, ഒരു സെക്കൻഡ് തോട്ട് വേണം. പ്രണയകാര്യങ്ങൾ വിദ്യാർത്ഥികൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അലസതയ്ക്കുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പഠന കാര്യങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് 7.5 ശനിക്കാലമാണ്, ജന്മശനിയാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ടാണ് അത് ഹൈലൈറ്റ് ചെയ്യാത്തത്. അതും അങ്ങോട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നതുകൊണ്ട് മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മീനം രാശി. പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങൾ വരാം. എന്തെങ്കിലും അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് അല്പം പ്രൊലോങ്ഡ് ആണെങ്കിൽ തന്നെയും നല്ലൊരു ആശ്വാസം ഉണ്ടാകുന്നുള്ളതാണ്. അതിന് യാത്രകൾ വരാം, അധിക പണച്ചെലവ് വരാം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നമ്മൾ ചിലവുകൾ വരാം. അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. സന്തതി ഭാവത്തിൻ്റെ സഹായം ലഭിക്കുന്ന കാലമാണ്. അതായത് കുട്ടികളെ കൊണ്ട് നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന, സാമ്പത്തികമായി പ്രയോജനം ഉണ്ടാകുന്ന ഒരു കാലമാണ് എന്നുള്ള കാര്യം അറിയുക. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ, ഡാൻസേഴ്സിനും TV ആർട്ടിസ്റ്റിനും ഒക്കെ
തിരക്കേടില്ലാത്ത സമയമാണ്. എന്നാൽ അതിൻ്റെ റെമ്യൂണറേഷൻ വരുന്നതിലൊക്കെ ഡിലേ വരാം എന്നുള്ളതാണ്. ചില കാര്യ തടസ്സവും ഒക്കെ കാണുന്നുണ്ടെങ്കിലും അതിൽ നേട്ടം തന്നെയാണ് സൂചനയിലുള്ളത് എന്നറിയാം. പ്രധാനപ്പെട്ട കാര്യങ്ങളിലുള്ള ഡിസിഷൻ മേക്കിംഗ് മറ്റൊരവസരത്തിലേക്ക്, അതായത് വസ്തുവിൻ്റെ ട്രാൻസാക്ഷൻ, പ്രത്യേകിച്ച് പർച്ചേസ് ചെയ്യുക, അതൊക്കെ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക. അനാവശ്യമായിട്ടുള്ള ചില തീരുമാനങ്ങൾ നമുക്ക് പിന്നീട് നഷ്ടങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രണയവും പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. യങ്സ്റ്റേഴ്സിനൊക്കെ റോങ് ഡിസിഷൻ മേക്കിംഗ് വരാം. പ്രണയകാര്യങ്ങൾ നമുക്ക് ചേരാത്ത ഒരാളോട് ഇഷ്ടം തോന്നാനൊക്കെയുള്ള സാധ്യത ഉള്ള ഒരു കാലമാണ്, പ്രത്യേകിച്ച് ഈ വാരം. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വേണം എന്നുള്ളതാണ്. പിന്നെ സന്തതിയുടെ ആരോഗ്യത്തിലൊന്ന് ശ്രദ്ധിക്കണം. അവരെ 2 വീലേഴ്സൊക്കെ കൊടുത്ത് അയക്കുന്നതിൽ നിന്നും അവരെ പറഞ്ഞ് മനസ്സിലാക്കി, ഇപ്പോൾ തൽക്കാലം വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവരെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കുക. എല്ലാ കാര്യങ്ങളിലും പൊതുവെ അനുകൂലമായിട്ടുള്ള ഭാവം കാണുന്നുവെങ്കിൽ തന്നെ ആദ്യം ഒരു തടസ്സം എല്ലാ കാര്യത്തിലും വരാം. കുടുംബത്തിൽ അല്പം സ്വസ്ഥത കുറവ് വരുന്നതും ഈ മന്ത്രജപം കൊണ്ട് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും നീങ്ങി കിട്ടും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. 12 രാശികളിലായി വരുന്ന 27 നക്ഷത്രക്കാരുടെയും ഫലസൂചനകളും പരിഹാര നിർദ്ദേശങ്ങളും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി മെയിൽസിലേക്കാണ്. എല്ലാ എപ്പിസോഡിലും പറയാറുണ്ട്, ഭാവിയെക്കുറിച്ചുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിൽ ചോദിക്കാം. ഭാരതീയ ആചാരപ്രകാരമുള്ള ജ്യോതിഷത്തിലുള്ള പരിഹാര നിർദ്ദേശങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ നൽകുന്നതാണ്. സമർപ്പണ മനോഭാവത്തോടെ അനുഷ്ഠിച്ചോളൂ, ഫലസിദ്ധി ഉണ്ടാവും. പിന്നെ പണച്ചിലവുള്ളതൊന്നും ഇവിടെ പറയുന്നില്ല. പിന്നെ സമയം വെറുതെ പോകില്ല. എന്ത് സമയം വെറുതെ പോകും? നമ്മൾ ജപിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ വിശ്വാസമുണ്ടെങ്കിൽ കിട്ടുന്ന ഒരു മനസ്സമാധാനം, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു സമാധാനത്തോടു കൂടിയുള്ള സുഷുപ്തി, ഉറക്കം, അത് നമ്മുടെ പെരുമാറ്റത്തിലുണ്ടാകുന്ന പ്രയാസം, ടെൻഷൻ ഉണ്ടാകുമ്പോൾ പെരുമാറ്റത്തിൽ ചില വൈകല്യങ്ങൾ വരാം. അതുമൊക്കെ നമ്മൾ നിയന്ത്രണ വിധേയമാക്കുവാൻ പ്രാർത്ഥന കൊണ്ട് കഴിയും. അപ്പോൾ ഒരു നല്ലൊരു സൈക്കോളജിക്കൽ ഡിവൈസാണ് ഈ പ്രാർത്ഥന, നമ്മളെ ഒന്ന് റിഫൈൻ ചെയ്യാനായിട്ടും നമുക്കൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുവാനായിട്ട് പ്രാർത്ഥന ഉപകരിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. ഇനി മെയിൽസിലേക്ക് കിടക്കാം. ആദ്യത്തെ മെയിലെന്ന് പറയുന്നത് മിസ്സസ് രാജി ഭാസ്കരൻ വർക്കലയിൽ നിന്നാണ്. രാജി ഭാസ്കരൻ വർക്കലയിൽ നിന്നാണ്. മകൾ +2 ഏത് ഫീൽഡ് ആണ് അനുയോജ്യം? സ്കൂളിംഗ് ഒക്കെ ദുബായിലായിരുന്നു, അതുകൊണ്ട് നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. ഷീ ക്യാൻ ടോക്ക് ഇംഗ്ലീഷ് വെരി വെൽ, ഷീ ക്യാൻ ടോക്ക് ഇൻ ഫ്രഞ്ച് ഓൾസോ, ജർമ്മൻ എല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ലാംഗ്വേജ് ഓറിയൻറ്റേഷൻ ബാല്യം മുതലേ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും കലയും ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിനകത്ത് ഇടവൻ രാശി വരുന്നതുകൊണ്ട്, ഇടവൻ രാശി എന്ന് വെച്ചാൽ ജാതകത്തിൽ ജന്മരാശി അശ്വതിയാണ്, മേടം രാശിയാണ്. അപ്പോൾ 2ാം ഭാവവും ആയിട്ട് വരുന്നുണ്ട് ചന്ദ്രാൽ. അപ്പോൾ കലാരംഗം, സാഹിത്യം ഇതൊക്കെ നല്ലതാണ്. BA ലിറ്ററേച്ചറിലേക്ക് പോകാം, സാഹിത്യത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട TV പ്രൊഡക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അതൊക്കെ വളരെ നല്ലതാണ്. പെർഫോമൻസ് ആർട്സിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ എനിവേ കലാരംഗവുമായിട്ട് ബന്ധപ്പെട്ട ഡയറക്റ്റ്ലി സാഹിത്യരംഗവുമായിട്ട് ബന്ധപ്പെട്ട BA ലിറ്ററേച്ചർ, BA ഹ്യൂമാനിറ്റീസിൽ ട്രൈ ചെയ്യാം. കലയുമായിട്ട് TV പ്രൊഡക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട്. പിന്നെ നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്, പല ലാംഗ്വേജസും സ്വായത്തമാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ വയലിനിസ്റ്റാണ്, വയലിൻ കണ്ടിന്യൂ ചെയ്തോളൂ. കാരണം ശുക്രൻ എന്തായാലും വലിയ ബലമുണ്ട്. അപ്പോൾ കലാരംഗത്ത് നിന്ന് ഇനിയിപ്പോൾ പൊതുവേ സംസാരിക്കാറുണ്ടല്ലോ, സോഫ്റ്റ് പവറിനാണ് കാലം. നമ്മുടെ സംസ്കാരം, നമ്മുടെ കലാരൂപങ്ങൾ അതായിരിക്കും ഇനി ഭാവിയിൽ നമുക്ക് ഏറ്റവും അധികം ഏർണിങ്സ് ഉണ്ടാക്കി തരിക, സംതൃപ്തി ഉണ്ടാക്കി തരിക എന്ന് വലിയ തിങ്കേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു കലയുമായിട്ട് ഓറിയൻറ്റേഷനോടുകൂടി മുന്നോട്ട് പോയിക്കോളൂ, ജീവിത വിജയമുണ്ടാകും. മൂകാംബിക പ്രീതി വരുത്തിക്കോളൂ, അത് അത്യാവശ്യമാണ് എന്നുള്ള കാര്യവും അറിഞ്ഞോളുക. സന്തോഷമായിരിക്കും. മിസ് അജിത ശരവണൻ, കണ്ണാടി, പാലക്കാട്. 29 വയസ്സായി, മൂലം നക്ഷത്രമാണ്. MNCയിൽ ടീം ലീഡറാണ്. വെരി ഗുഡ്. വിവാഹം ശരിയാകുന്നില്ല, മൂലം നക്ഷത്രം. ഒരു വിവാഹം ഏതാണ്ട് ശരിയായി വന്ന് നിശ്ചയം കഴിഞ്ഞിട്ട് മുടങ്ങിപ്പോയി, എന്താ കാര്യമെന്ന് ആർക്കും അറിയില്ല. അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ആ റിലേഷൻഷിപ്പ് 4 വർഷത്തിന് ശേഷം അതിലൊരു ബ്രേക്കപ്പ് ഉണ്ടായി. അതും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയത് എന്ന്. എന്തോ തെറ്റിദ്ധാരണയാണ് എന്നുള്ള കാര്യം ഇത്. അപ്പോൾ അതുകൊണ്ട് മനസ്സിന് വളരെയധികം വിഷമമുണ്ട്. ഇതിപ്പോൾ എങ്ങനെയാണ് എൻ്റെ ഭാവി വിവാഹ കാര്യങ്ങൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
മിസ് അജിത ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. മൂല നക്ഷത്രത്തിന് കഴിഞ്ഞ് പിന്നെ ആ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. മൂല നക്ഷത്രം പലരും ജാതക പൊരുത്തം നോക്കിയിട്ട് റിജക്റ്റ് ചെയ്യുന്നു. പൊരുത്തം ഉണ്ടെങ്കിലും മൂല നക്ഷത്രമല്ലേ വേണ്ട എന്ന് പറയുന്നു. അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരർത്ഥവുമില്ല. നക്ഷത്രത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. പക്ഷേ ഗ്രഹനിലയ്ക്കാണ് ഏറെ പ്രാധാന്യം വരുന്നത്. ഗ്രഹനില അനുസരിച്ച് നമുക്ക് ഉയർച്ചയ്ക്ക് ഭാഗ്യം, നല്ലൊരു വിവാഹം ലഭിക്കാനുള്ള ഭാഗ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ലഭിക്കും. സംശയം വേണ്ട, സന്തോഷമായിട്ടിരുന്നോളൂ. ഈ ജാതകം അനുസരിച്ച് വൈകിയാണെങ്കിലും നല്ല വിവാഹം ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. ദൂരദേശത്തേക്ക് പോകാനാണ് യോഗം. അതായത് ജന്മനാട് വിട്ട് ദൂരദേശത്തേക്ക് പോകാനോ വിദേശത്തേക്ക് പോകാനോ ഒക്കെയുള്ള ഭാഗ്യമുണ്ട്. വിവാഹ കാര്യങ്ങൾക്ക് നല്ല സമയം 2025 അവസാനം മുതലാണ്. 29 വയസ്സൊന്നും ഒരു വലിയ വയസ്സല്ല. അത് പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ പ്രൊഫഷണൽസിൻ്റെ ഇടയ്ക്ക് അവർക്ക് ദേ വോണ്ട് എ വെരി ഗുഡ് പ്ലേസ്മെൻറ്റ്, ഒരു സെറ്റിൽമെൻറ്റ് ഇൻ ലൈഫിന് ശേഷം മാത്രം വിവാഹം മതി എന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ. അതുകൊണ്ട് 29 ഇസ് നോട്ട് എ ബിഗ് ഏജ്. അപ്പോൾ അതിലുള്ള ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഒന്നും വേണ്ട. മൂലനക്ഷത്രം ആയതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ജാതകം നല്ലതാണ്. വിൽ ഗെറ്റ് എ വെരി ഗുഡ് മാരേജ് എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിട്ടിരിക്കുക. നെക്സ്റ്റ് ഇയർ 25 ലാസ്റ്റ് ഓർ 26 ഏർലി പാർട്ട് you will get married and you will have a very nice husband, so be happy and confident. പിന്നെ ശിവസ്തോത്രം ജപിച്ചോളൂ കേട്ടോ. ദിവസവും എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിരിക്കുക. മിസ്സസ് സൗമ്യ സച്ചിദാനന്ദൻ, കാൻബറ, ഓസ്ട്രേലിയ. ആയില്യ നക്ഷത്രമാണ്. 35 വയസ്സ്. ജോലി MBA ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് ബ്രാഞ്ചാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ മിസ് സൗമ്യ ശശിധരൻ, ആയില്യ നക്ഷത്രം. യു വിൽ ഗെറ്റ് എ വെരി ഗുഡ് പ്ലേസ്മെൻറ്റ് വിതിൻ ദി നെക്സ്റ്റ് 9 months എന്നുള്ളതാണ്. അതാണ് ആദ്യം കാണുന്നത്. 9 മാസത്തിനകം തന്നെ നല്ല ജോലി ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. യു വിൽ ഗെറ്റ് എ വെരി ഗുഡ് പ്ലേസ്മെൻറ്റ് ആൻഡ് യു വിൽ കം അപ്പ് വെരി വെൽ. അതിലും സംശയം ഒന്നും തന്നെ വേണ്ട. യു ഗോട്ട് എ വെരി ബ്രൈറ്റ് ഹോറോസ്കോപ്പ് ആൻഡ് ദാറ്റ് ഇസ് റീസൺ അറ്റ് എൻ യങ് ഏജ് യു കുഡ് ഗോ ടു ഓസ്ട്രേലിയ ആൻഡ് യു ഹാഡ് ഇനഫ് സേവിങ്സ് ഓൾസോ. അവിടെ ഇൻവെസ്റ്റ്മെൻറ്റിനും ഒക്കെ കഴിഞ്ഞില്ലേ, അതൊക്കെ മഹാഭാഗ്യമല്ലേ. പിന്നെ താൽക്കാലികമായിട്ട് ഈ അഷ്ടമശനിയൊക്കെ ആണ് ഇപ്പോഴും, അത് എൻ്റെയൊക്കെ ഒരു പ്രയാസമാണ്. പക്ഷേ ജൂപ്പിറ്റർ ഹാസ് കം ടു എ ഗുഡ് പൊസിഷൻ ആൻഡ് വെരി ഗുഡ് സപ്പീരിയഡ് ഇസ് സ്റ്റാർട്ടിങ്, സോ യുൽ കം ടു എ വെരി ഗുഡ് പൊസിഷൻ. അതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ഇപ്പം തന്നെ ഏതാനും മാസങ്ങൾക്കകം തന്നെ ഇൻഡിക്കേഷൻസ് വിൽ ബി ദയർ ദാറ്റ് യു ആർ കമ്മിങ് ടു എ വെരി ഗുഡ് പൊസിഷൻ ആൻഡ് ബി ഹാപ്പി ആൻഡ് കോൺഫിഡൻറ്റ്. തടസ്സങ്ങൾ നീക്കുവാനായി ഓം ഗണേശായ നമഃ ഇത് ജപിച്ചോളൂ. 108 പ്രാവശ്യം ദിവസവും ജപിച്ചോളൂ. എല്ലാ തടസ്സങ്ങളും ഭഗവാൻ മാറ്റിത്തരും. സന്തോഷമായിരിക്കും. അടുത്ത മെയിൽ ശ്രീ നാണു, വയലാറിൽ നിന്നാണ്, ആലപ്പുഴ. ചതയ നക്ഷത്രമാണ്. 62 വയസ്സായി. കയറുമായി ബന്ധപ്പെട്ട ജോലിയായിരുന്നു. ഇപ്പോൾ അസുഖം കാരണം ജോലി ചെയ്യാൻ കഴിയുന്നില്ല. മക്കളൊക്കെ തരക്കേടില്ലാത്ത സ്ഥിതിയിലാണ്. അതുകൊണ്ട് വലിയ സാമ്പത്തിക പ്രയാസങ്ങളില്ല. മനസ്സിനൊരു ഏകാന്തത തോന്നുന്നു. പലപ്പോഴും ചിന്തയാണ്. ഉറക്കവും കുറവാണ്. എന്താ ചെയ്യുക എന്നുള്ളതാണ്. ചതയ നക്ഷത്രം 7 ശനിക്കാലമാണ്. ഇങ്ങനെയുള്ള ചെറിയ പ്രയാസങ്ങൾ വരുന്നൊരു സമയമാണ്. അത് അതിജീവിക്കാനായിട്ട് പ്രാർത്ഥനയ്ക്ക് കഴിയും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. നാരായണീയം പാരായണം ചെയ്തോളൂ. നാരായണീയം ദിവസവും കിഴക്ക് ദർശനമായിട്ട് ദീപസാന്നിധ്യത്തിൽ ശ്രീരാമ അവതാര വർണ്ണനവും ശ്രീകൃഷ്ണ അവതാര വർണ്ണനവും പാരായണം ചെയ്യും. രാവിലെയും വൈകുന്നേരവും പാരായണം ചെയ്തോളൂ. ഏകാന്തത പൂർണ്ണമായിട്ട് നീങ്ങും. ജോലി തുടരാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ജോലി തുടരുവാൻ കഴിയും. ഇപ്പോഴുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറും. ഒരു വർഷം കൂടി കാത്തിരുന്നുള്ളൂ. ഒരു വർഷം, അതായത് 2025 നവംബർ ഡിസംബർ മുതൽ ജോലി പുനരാരംഭിക്കുവാൻ കഴിയും. 2026 വളരെ സന്തോഷകരമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് വരും. അന്ന് സന്തതി ഭാവത്തിനും വളരെ ബലമുണ്ടാവും. അതായത് സന്തതി കുറച്ചുകൂടെ നല്ല സ്ഥിതിയിലുണ്ടാവും. അപ്പോൾ നമുക്ക് കുടുംബത്തിനകത്ത് സാമ്പത്തിക പ്രയാസങ്ങൾ പൂർണ്ണമായിട്ട് നീങ്ങുകയും സന്തോഷകരമായിട്ട് ജീവിക്കുവാനും കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ഇന്നത്തെ ജ്യോതിഷ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽ അയക്കാം. മെയിൽ ID പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം ഇവ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്താ അറിയേണ്ടതെന്നുള്ള കാര്യവും കൃത്യമായിട്ട് പറയണം. പൊതുവേ എങ്ങനെ സമയം ചോദിച്ചാൽ പറയാൻ നമുക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ജോലിക്കാര്യമാണോ, വിവാഹകാര്യമാണോ, ബിസിനസ്സാണോ, ബിസിനസ്സിൻ്റെ സ്യൂട്ടബിലിറ്റി ആണോ, ഇതൊക്കെ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഐശ്വര്യവും വരും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. എല്ലാ മാന്യപ്രേക്ഷകർക്കും സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ പുതിയ മലയാള വർഷം അനുസരിച്ച് പുതിയ നൂറ്റാണ്ട് തന്നെ, പുതിയ വർഷം ആരംഭിക്കുകയാണ്. ഈ വർഷത്തിൻ്റെ തുടക്കം നമ്മൾ വളരെ ഓർഗനൈസ്ഡായിട്ട്, പ്ലാൻഡായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് ജീവിതം അർത്ഥസമ്പുഷ്ടമാക്കുവാൻ കഴിയും എന്ന് അറിയുക. ആ അറിവോടുകൂടി
പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഗുരുക്കന്മാരെ അനുഗ്രഹം നേടിക്കൊണ്ട് കാരണവസ്ഥാനീയരുടെ അനുഗ്രഹം നേടിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഗുരുവിനെ അറിയുവാൻ ശ്രമിക്കൂ. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിരിക്കുക. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ.